ഒരു വൈകുന്നേരം ഞാൻ കടം വാങ്ങട്ടെ. എല്ലാ വൈകുന്നേരവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ജീവിതത്തിൻ്റെ മഞ്ഞു പെയ്യുന്ന ഏകാന്തമായ തുരുത്തുകളിലേക്ക് സ്നേഹത്തിൻ്റെ വെയിൽ വെളിച്ചവുമായി കടന്നു വന്ന ചില മനുഷ്യരില്ലേ, അർത്ഥഗർഭമായ മൗനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഏകാന്തതകളെ ഉരുക്കുകയും പിന്നീട് ഒന്നും പറയാതെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തവർ. ഓർത്തു നോക്കുമ്പോൾ ബാക്കി വച്ച ചില ചോദ്യങ്ങൾ, കടങ്ങൾ, മുറിവുകൾ, മൗനങ്ങൾ. മനസ്സ് മഞ്ഞിറങ്ങുന്ന മറ്റൊരു താഴ്വരയാണ് എന്ന് കോറിയിട്ടുകൊണ്ട് മഞ്ഞിൽ പുതഞ്ഞ ഒരു പിടി കാത്തിരിപ്പുകളെ കോർത്തുവെച്ച എം.ടിയുടെ നോവല മഞ്ഞ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മരണത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കി മഞ്ഞ് കുറിച്ചു വെച്ച വാക്കുകൾ. നാളെയുടെയും ഇന്നലെയുടെയും മധ്യത്തിൽ ഒഴിവുകാലങ്ങൾ കടന്നു പോകുമ്പോൾ ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. ഞാനും നിങ്ങളുമെല്ലാം യുഗങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. കാലത്തിൻ്റെ പാറക്കെട്ടുകളിൽ മഞ്ഞു വീഴുന്നു, ഉരുകുന്നു. വീണ്ടും മഞ്ഞിൻ പടലങ്ങൾ തണുത്തുറഞ്ഞ് കട്ടപിടിക്കുന്നു. നാം എല്ലാം കാത്തിരിക്കുന്നു. 1964 ഒന്നാം പതിപ്പായി പ്രസിദ്ധീകരിക്കപ്പെട്ട മഞ്ഞ് എം.ടിയുടെ സ്ഥിരം കഥാപരിസരമായ വള്ളുവനാടൻ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തെ നൈനിറ്റാളിനെ കേന്ദ്ര കഥാപരിസരമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന നൈനിറ്റാളിൻ്റെ ഭൂപ്രകൃതി മഞ്ഞിനെയും സുന്ദരമാക്കുന്നു. ഒരു സ്ത്രീ കേന്ദ്ര കഥാപാത്രമായി വരുന്ന എം.ടിയുടെ ഏക കൃതി എന്ന സവിശേഷതയും മഞ്ഞിനുണ്ട്. കാത്തിരിപ്പുകളുടെ കഥയാണ് മഞ്ഞ്. വെള്ളക്കാരനായ തൻ്റെ അച്ഛനെ കാത്തിരിക്കുന്ന ബുദ്ധു എന്ന തോണിക്കാരൻ പയ്യനും 9 വർഷങ്ങളായി സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുന്ന വിമലയും ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്ന നൈനിറ്റാൾ എന്ന പ്രദേശവും. മരണം രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ലങ് ക്യാൻസറിൻ്റെ പടിക്കൽ മരണത്തെ കാത്തിരിക്കുന്ന സർദാർജിയുമൊക്കെ മഞ്ഞിൻ്റെ കാത്തിരിപ്പുകളുടെ ഭൂപടത്തെ പൂർണ്ണമാക്കുന്നു. തടാകത്തിലെ ജലം പോലെ കാലം തളം കെട്ടിക്കിടക്കുന്ന കഥാപരിസരം. തടാകവും നന്ദാദേവിയുടെ മഞ്ഞുകിരീടവും കാണാൻ ഉഴറി നടക്കുന്ന സഞ്ചാരികളുടെ ബഹളങ്ങളെ അതിജീവിച്ച് ഇതാ മലകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ ഒരു തടവുകാരി എന്ന് സ്വയം പ്രഖ്യാപിച്ച് ജീവിക്കുന്ന വിമല. നീല കണ്ണുകളും നെറ്റിയിലേക്ക് ചാഞ്ഞിറങ്ങുന്ന മുടിയിഴകളുമുള്ള ഒരാളെ അവളും കാത്തിരിക്കുകയാണ്. കമ്പിക്കാലുകളിൽ ചായം പൂശി നടപ്പാതകളിൽ വെള്ളയും കരിമ്പടവും വിരിച്ച നഗരം കാത്തിരിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്ന് ബുദ്ധുവിനോട് ചോദിക്കുന്നുണ്ട് വിമല. നിശബ്ദതയെപ്പോലും സംഗീതമായി കാണുന്ന മഞ്ഞ്. എണ്ണമറ്റ നേർത്ത ശബ്ദങ്ങൾ കൂടിക്കലർന്ന് താളമുണ്ടാവുമ്പോഴാണ് നിശബ്ദത തോന്നുന്നത്. സംഗീതാത്മകമായ അവതരണ രീതി തന്നെയാണ് മഞ്ഞിൻ്റെ മറ്റൊരു സവിശേഷത. എക്കോ ഫെമിനിസ്റ്റ് വായനകൾ മഞ്ഞുമായി ബന്ധപ്പെട്ട് നിരവധി നടന്നിട്ടുണ്ട്. മഞ്ഞുകാലം എന്ന ഋതുഭേദം പോലും വിമലയുടെ വൈകാരികപരവും ലൈംഗികപരവുമായ ഏകാന്തതയുടെ ശൈത്യത്തെ ധ്വനിപ്പിക്കുന്നുണ്ട്. വളരെ കുറച്ച് കഥാപാത്രങ്ങളും ആറ്റിക്കുറുക്കിയ സംഭാഷണ ശകലങ്ങളും മഞ്ഞിൻ്റെ മാറ്റുകൂട്ടുന്നു. 1983 മഞ്ഞിൻ്റെ ചലച്ചിത്രാവിഷ്കാരം എം.ടിയുടെ തന്നെ തിരക്കഥയിലും സംവിധാനത്തിലും പിറവികൊണ്ടു. സംഗീത നായിക്, ശങ്കർ മോഹൻ, ശങ്കരപിള്ള, നന്ദിത ബോസ് തുടങ്ങിയവർ ഈ ചിത്രത്തിൻ്റെ അഭിനേതാക്കളുടെ നിരയിൽ ഉൾപ്പെടുന്നു. നൃത്തം വയ്ക്കുന്ന വയലറ്റ് അക്ഷരങ്ങളുടെ ഇടർച്ചയും മനസ്സിൻ്റെ താഴ്വരയിൽ എവിടെയോ ഒരു മഞ്ഞുകട്ട ഉരുകുന്ന വായനാനുഭവവും
മഞ്ഞ് നിങ്ങൾക്കായും മാറ്റിവെക്കുന്നു. ഹിമാലയത്തിൻ്റെ ചെരുവിലെ തണുത്ത രാത്രികളിൽ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടോ? അടുത്ത രാത്രിയിലെ ഏകാന്തത മാത്രം ഓർക്കാനുള്ളപ്പോൾ നവംബറിലും മെയ്യിലും വാതിലുകളും ജാലകങ്ങളും അടഞ്ഞുകിടക്കുന്നു. തണുപ്പിൻ്റെയും ചൂടിൻ്റെയും വികാരങ്ങളേൽക്കാത്ത മരപ്പലകകൾ പാകിയ ഭിത്തികൾ ചുറ്റും. തുറന്ന ജാലകത്തിലൂടെ രാത്രി ഉറക്കം ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരു കീറിൽ പങ്കുപറ്റാനില്ല. ആകാശമില്ല, നക്ഷത്രങ്ങളില്ല, ഭൂമിയുടെ നിഴലുകളും നിലാവിൽ വിളറുന്ന വൃക്ഷത്തലപ്പുകളുമില്ല. മഞ്ഞിൻ്റെ നിറമുള്ള ജാലകങ്ങൾ, മങ്ങിയ കണ്ണാടിച്ചില്ലുകൾ, നിങ്ങളുടെ ലോകത്തിൻ്റെ കാഴ്ച നശിച്ച കണ്ണുകൾ. എൻ്റെയും എൻ്റെ പിൻപേയുള്ളവരുടെയും മരണം ഞാൻ വരിക്കുകയാണ്. എൻ്റെയും എൻ്റെ പിൻപേയുള്ളവരുടെയും ജീവിതം ഞാൻ ജീവിക്കുകയാണ്. ഇക്താരയുടെ മാറ്റൊലികൾ അയവിറക്കിക്കൊണ്ട് ഉറങ്ങിപ്പോയി. സ്നേഹാന്തമേ കാതിലെ ഓരോരോ